ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കും കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് എന്നെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു കമൻറ്റ് വന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. ആ കമൻറ്റ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കുക കേട്ടോ. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ആ രീതിയിൽ കാണാൻ ഞാൻ ആ ഒരു രീതിയിലുള്ള വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല. വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഇങ്ങനെ ലൈവായിട്ടുള്ള വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ പോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ കാണുന്ന ഓഡിയൻസിനോട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെയാണ് കേട്ടോ. ഈ റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സീരിയൽ കാണാൻ ആൾക്കാരിരിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരിക്കും. ഞാനും അങ്ങനെയുള്ള ഒരാൾ തന്നെ കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലിലൊക്കെ വീഡിയോസ് വന്നാൽ ഉടനെ കാണും. ഇപ്പോൾ എനിക്കൊന്നും നമ്മുടെ ഈ ജനറേഷനിലുള്ളവരൊക്കെ സീരിയൽ കാണുന്ന വളരെയും കുറവാണ്. എല്ലാവരും യൂട്യൂബിലും അല്ലാതെയൊക്കെയുള്ള വീഡിയോസും റീൽസും ഒക്കെ തന്നെ. അപ്പോൾ ഞാനും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഒന്നിനോടൊരു അഡിക്റ്റ് അല്ല കേട്ടോ. എനിക്ക് ഇന്ന ഒരു സാധനം കണ്ടില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നൊരു ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. നല്ല റീച്ചുള്ള നല്ല ചാനലാണ്. നല്ല രീതിയിൽ നല്ലൊരു ഇൻകം അവർക്ക് മാസം തോറും കിട്ടുന്ന ഒരു ചാനലുമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോസ് കാണുന്നില്ല എന്ന് പറഞ്ഞത് കള്ളാവും. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അവരുടെ ആ ഒരു ഷോർട്സ് വീഡിയോസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഡാൻസ്. അമ്മയും അച്ഛനും എല്ലാവരും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ മാത്രമല്ല, എല്ലാവരും കളിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ ഒരു കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡിക്റ്റും കാര്യങ്ങളുമില്ല. പക്ഷേ എനിക്ക് ചാനൽ അറിയാം, പിന്നെ ട്രിവാൻഡ്രത്തുള്ളവരാണെന്നും അറിയാം. എനിക്ക് ഇത്രേ അറിയാവും ഈ ഒരു ചാനലിനെ പറ്റി, അല്ലാതെ കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്താൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കണ്ടൻ്റ് അല്ലാതെ ഒരിടത്തുമില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റി അറിഞ്ഞിട്ടുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസിലൂടെയാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് കാണും, എനിക്കിഷ്ടമാണ്. അതുവഴിയാണ് നമ്മൾ ഈ യൂട്യൂബിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ ഫാമിലിയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് കൂടുതലും ഈ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ തന്നെയായിരിക്കും. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലത് അറിയുന്നത്, നമുക്കല്ലാതെ തന്നെ ഇങ്ങനെ വന്ന് കിടന്നു ട്രെൻഡിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം. അപ്പോൾ അതിങ്ങനെ കണ്ടു. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു ചാനലിൽ പോയി നോക്കി. അവരുടെ ഒരു ബോണ്ടിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കാണ്. പക്ഷെ ഇതെല്ലാം അഭിനയമായിരുന്നു, ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ അവർ എന്നെ ഒന്ന് പറയുന്നു. അവരെന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഈ രണ്ട് സൈഡും കേട്ട്, രണ്ട് സൈഡിലും നമുക്കറിയത്തില്ല എന്താണ് അവിടെ നടക്കുന്ന ഇഷ്യൂ എന്നുള്ളത്, ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരല്ല. പക്ഷേ ഇത് വെച്ച് കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഫേക്കാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കമൻ്റ് ഇടുന്നത്. എല്ലാ ഫാമിലി വ്ളോഗേഴ്സും എല്ലാ യൂട്യൂബേഴ്സും ഫേക്കാണ് എന്നുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. നമുക്ക് ഈ ഒരു റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടില്ല എന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ അല്ല നമ്മുടെ ഒരു ലൈഫ് നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ നമ്മളതിൽ നമ്മുടെ ഹാപ്പിനെസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നോക്കിയാൽ ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരുന്ന കുറച്ച് കാര്യങ്ങളും എൻ്റെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും, അല്ലാതെ ഒരുപാട് വിഷമം വരുന്ന ഇപ്പോൾ തന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വാപ്പാരെ അസുഖ കാര്യങ്ങൾ പോലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പറയും കുറേ കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ അസുഖ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാനും ഇക്കായും തമ്മിൽ വഴക്ക് കൂടുന്നുണ്ട്, ഞാനും മക്കളും തമ്മിൽ വഴക്കാവുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മായും പാപ്പായും വഴക്ക് പറയുന്നുണ്ട്, അവരെന്നെ വഴക്ക് പറയുന്നുണ്ട്. അതൊക്കെ എല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊന്നും നമ്മളൊരു വ്ളോഗിൽ ഷെയർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോ എന്നിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ വഴക്കായിരുന്നു, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഉമ്മയും തമ്മിൽ വഴക്കായിരുന്നു, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല. ചട്ടിയും കലം ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിസ്സാരമായി തീർക്കാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അങ്ങ് വലുതാവുന്നതും. അത് വലിയ വലിയ ഇഷ്യൂസും, ബാക്കിയുള്ളവരൊക്കെ ഇടപെടുമ്പോൾ അത് വലിയ വലിയ ഇഷ്യൂസ് ആവും. വെറുതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്പോഴപ്പോഴുള്ള പ്രോബ്ലംസ് അപ്പോൾ ഒന്ന് പറഞ്ഞ് തീർക്കുക. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം നമ്മൾ നോക്കേണ്ടത്
വെറുതെ സോഷ്യൽ മീഡിയ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയ കണ്ടിട്ട് ആൾക്കാർ പറയണം അയ്യോ മൃദുല ചേച്ചിയെ പോലെ ലക്കി, അതുപോലെ ഒരു ലക്കി ആവാൻ എനിക്ക് പറ്റിയില്ല. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് കെട്ടിയിടാൻ തോന്നുവാണ്, എൻ്റെ അമ്മായിച്ചൻ്റെ അടുത്ത് കെട്ടിയിടാൻ തോന്നുന്നു, എൻ്റെ അനിയൻ്റെ അടുത്ത് കെട്ടിയിടാൻ തോന്നുന്നു. ഇങ്ങനെയൊക്കെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാ മക്കളെ, അത് നമുക്ക് ഈ ഒരു 15 മിനിറ്റ് കാണിക്കുന്നതല്ല നമ്മുടെ ലൈഫ്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ മനുഷ്യരാണെങ്കിൽ ദേഷ്യം, സങ്കടം, അസൂയ, കുശുമ്പ് ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അതിൽ ഒരിക്കലും നമ്മൾ ഒന്ന് നോക്കാൻ നിൽക്കേണ്ട. വെറുതെ ഈ ഒരു യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ, എനിക്കിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ വീട്ടിൽ അത് മതി, അതൊന്നും കണ്ടിട്ട് നിൽക്കേണ്ട. അതൊക്കെ വെറുതെ വീഡിയോസിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞിയും ചിലപ്പോൾ ഒരു ചമ്മന്തിയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് മതി, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഹാപ്പിനെസ്, അത് കിട്ടുന്ന ഹാപ്പിനെസ് മതി എന്ന് വിചാരിച്ചാൽ നമുക്ക് ഓക്കെയാണ്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലുള്ള ബിരിയാണി കണ്ടിട്ട് അവർ കടം വാങ്ങിച്ചിട്ടായിരിക്കും അത് വാങ്ങുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പൈസ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും അവർ കഞ്ഞിയും ചമ്മന്തിയൊക്കെ. അപ്പോൾ അവ തിന്നുമ്പോൾ കിട്ടുന്ന സന്തോഷവും അല്ലാതെ കടം വാങ്ങിച്ച് കിട്ടുന്ന സന്തോഷം അത് കുറച്ച് നാളേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ കടക്കാർ വീട്ടിൽ കയറുമ്പോൾ നമുക്കത് വേറെ ലെവലിലോട്ട് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്താണോ ഹാപ്പിനെസ് അത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ യൂട്യൂബ് കാണുക, യൂട്യൂബ് കണ്ടിട്ട് അതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കുക. അല്ലാതെ എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ, എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ, ഇവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കണ്ട. എനിക്ക് എന്താണോ നല്ലത് അത് മാത്രം മതി എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം കേട്ടോ. വെറുതെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഞാൻ അവരുടെ ഫാനാണ് ഇങ്ങനെയൊന്നും വേണ്ട. പിന്നെ കുറേ കൊച്ചു കുട്ടികളുണ്ട് കേട്ടോ അതിൽ കമൻ്റ് ഇടുന്ന എന്താണ് ഉയരോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. എൻ്റെ പൊന്നു മക്കളെ, ഈ ഒരു സമയത്ത് നിങ്ങൾ പോയി പഠിച്ച് പ്രേമിക്കേണ്ടതാണെന്ന് ഞാൻ പറയത്തില്ല. പ്രേമിക്കുന്നതൊക്കെ ഒരു വഴിയിൽ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. പഠിച്ചൊരു ജോലി വാങ്ങുക, ഒരു വീട് വയ്ക്കുക, അതിനുശേഷവും നിങ്ങളുടെ ഈ പ്രേമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക. അതിന് ശേഷം നമ്മുടെ ലൈഫ് സെറ്റിലായതിനു ശേഷം മാത്രം കല്യാണത്തിലേക്ക് പോവുക. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേറൊരു തരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കണ്ണാപ്പി സ്റ്റൈലൊന്നും നമുക്ക് പറ്റത്തില്ല. ഇപ്പോഴത്തെ കലിപ്പൻസ് കാന്താരീസൊക്കെ ഉണ്ടല്ലോ. പൊന്നുമക്കളെ, ഇതൊന്നുമല്ല ലൈഫ്. അത് കണ്ട് കേട്ട് ജീവിക്കുക. ഈ റീസെൻ്റ്ലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളെ ഉണ്ടാവത്തുള്ളൂ ഒരു ഹാപ്പി ലൈഫ്. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോൾ ഈ ലൈഫൊക്കെ അങ്ങ് മാറും. അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കിൽ പാസ്സാവുക. അതിനുശേഷം ഒരു ജോലിയൊക്കെ വാങ്ങി നിങ്ങളും സെറ്റിലാവുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കല്യാണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളിലേക്ക് വരാം. അല്ലാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഈ ഒളിച്ചോട്ടം കല്യാണം ഇതൊന്നും വേണ്ട മക്കളെ. നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. എനിക്കതൊരു ഭയങ്കര വിഷമമാണ് കേട്ടോ. അല്ലാതെയൊക്കെയുള്ള ഈ കല്യാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ അവർക്കത് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു എടുത്തിടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് നമ്മളെ ഫാമിലിയിലായാലും എവിടെയെങ്കിലും കേട്ടാലും ഒക്കെ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനെയും കുറ്റം പറയാതെ അത് എന്താണ് കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി എല്ലാവരെയും ആ ഒരു ഗണത്തിൽപ്പെടുത്താതെ ഉള്ള ഒരു ഇതിൽ പോവുക. ഇതൊക്കെ യൂട്യൂബിൽ മാത്രമല്ലല്ലോ, എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഇതൊക്കെ വെച്ചിട്ട് അവർ കുറച്ച് ഫേക്ക് കാണിച്ചു, എല്ലാവരും അഭിനയിച്ചു, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ എത്രയൊക്കെ വന്നാലും അവരെന്നായാലും ഒന്നാണ്. വെറുതെ ഈ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. അവർ ഈ ഒരു വീഡിയോസ് ഇട്ടിട്ട് പോലും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊക്കെ ഓരോ കമൻ്റ് ഇടാനും അവരുടെയൊക്കെ കാര്യങ്ങളിൽ അടി കൂടാനും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. എനിക്കിത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, നമ്മളെല്ലാം ഫേക്കാണോ എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു ഫേക്കും കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൽ കാണിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും, അതറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, അതവർക്കും അറിയാം. അവരും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം, നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്താൽ അവർ ഇതുപോലെ ജഡ്ജ്മെൻറ്റുമായിട്ട് വരും. അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും ഒരു പാടാവട്ടെ. അപ്പോൾ ഇത്രയുള്ള മറ്റേ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഇങ്ങനെയുള്ള വീഡിയോസൊന്നും അല്ല ഇടുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസാണെന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ സാധാരണ കുറച്ച് ക്ലീനിങ് മോട്ടിവേഷനും ടിപ്സും നല്ല വേറെ ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ സ്ഥിരം ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ ഇടുന്നൊരു ചാനലാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അടുത്തൊരു വീട്ടമ്മ കൊണ്ട് എന്നെ കളരിക്കും. ബൈ ബൈ.